നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ദശലക്ഷക്കണക്കിന് മൈലുകൾ അകലെയുള്ള മറ്റൊരു ലോകത്തേക്കാണ്, ചൊവ്വയിലേക്ക്. നാസയുടെ റോവറുകൾ പകർത്തിയ യഥാർത്ഥ 4K ദൃശ്യങ്ങളിലൂടെ നമുക്ക് ആ ഗ്രഹത്തിന്റെ ഉപരിതലം ഇന്ന് നേരിൽ കാണാം. ചൊവ്വയിൽ ഇപ്പോഴും പര്യവേഷണം തുടരുന്ന ക്യൂരിയോസിറ്റി റോവറിനെ നോക്കൂ. 10 വർഷത്തിലേറെയായി അത് മൗണ്ട് ഷാർപ്പ് എന്ന വലിയ മല കയറുകയാണ്. ഒരു കാലത്ത് സജീവമായ ജലസംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു വലിയ തടാകമായിരുന്നു ഇത്. ഇപ്പോഴിത് പുതിയ റോവറായ പെർസെവറൻസും അതിൻ്റെ കൂട്ടുകാരനെ ഇൻജെന്യൂവിറ്റി എന്ന ഹെലികോപ്റ്ററും ചേർന്ന് മറ്റൊരു പുരാതന തടാകത്തിൽ ജീവന്റെ സാന്നിധ്യം തിരയുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ദൗത്യമായിരുന്നു ഓപ്പർച്യൂണിറ്റി റോവർ. 15 വർഷത്തോളം ചൊവ്വയിൽ സഞ്ചരിച്ച അതിനെ തളർത്തിയത് 2018 ഉണ്ടായ ഒരു വലിയ പൊടിക്കാറ്റാണ്. പവർ നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അത് അയച്ച സന്ദേശം ഏതൊരു ശാസ്ത്രപ്രേമിയും സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. എൻ്റെ ബാറ്ററി തീർന്നു, ചുറ്റും ഇരുട്ടായി തുടങ്ങുന്നു. മൈ ബാറ്ററി ഈസ് ലോ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ്സ് ഡാർക്ക്. അതോടെ ആ മഹത്തായ ദൗത്യത്തിന് അന്ത്യമായി. പഴയ കാലത്തെ വലിയ ശാസ്ത്രജ്ഞന്മാർ സ്വപ്നം കണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ തെളിയുന്നത്. പ്രപഞ്ചത്തിലെ വിശാലമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതകാലം വെറും ഒരു നിമിഷം മാത്രമാണ്. എങ്കിലും മറ്റൊരു ഗ്രഹത്തിന്റെ മണ്ണിൽ തൊടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടവുമാണ്. പെർസെവറൻസ് റോവർ ഇപ്പോൾ വെറും ഒരു തിരച്ചിലല്ല, മറിച്ച് അവിടുത്തെ പാറകളുടെയും മണ്ണിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണ്. ഭാവിയിൽ ഒരു മാർസ് സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിലൂടെ ഇവ ഭൂമിയിലേക്ക് എത്തിക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ചൊവ്വയിൽ പുരാതന ജീവൻ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ലാബുകളിൽ നേരിട്ട് പരിശോധിക്കാൻ സാധിക്കും.